എൻ്റെ പൊതുപ്രവർത്തനം ഞാനൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷീരമേഖലയായിരുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ. നമ്മൾ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയൊക്കെ ആയിട്ട് പിന്നെ ഒട്ടനവധി കാലം ഈ കോടൂർ ക്ഷീരോത്പാദക സഹസംഘത്തിന് അറിയാലോ, ആ സംഘത്തിൻ്റെ വല്യപ്പ പ്രസിഡൻ്റായിരുന്നു. വല്യപ്പ പ്രസിഡൻ്റ് ആയിക്കൊണ്ടിരിക്കെ ആ സമയത്ത് പിന്നെ 94 വല്യപ്പാൻ്റെ മരണം 92 കഴിഞ്ഞു. അതിന് ശേഷം വേറെ ഭരണസമിതി വന്നു. അപ്പോൾ അന്നും പശുക്കൾ ആണ് മെയിനായിട്ട്. കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, നാളികേര കൃഷി, എല്ലാ വിവിധ സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന കുടുംബത്തിലാണ് നമ്മളിത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇതെല്ലാം വാപ്പെല്ലാം ഗൾഫിലേക്ക് ഈ പിന്നെ കാർഷിക മേഖല ചെറുതായി ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് പശുക്കളൊക്കെ വിറ്റിട്ടാണ് ഗൾഫിലേക്ക് പോയതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് 76 കാലത്ത് നമ്മൾ ചെറിയ കൊച്ചു കുട്ടിയാണ് സമയത്ത്. അതിന് ശേഷം ഇവർ വാപ്പ റിസൈൻ ചെയ്ത് വന്നു. 96 വന്നു. 96 വന്നിട്ടാണ് ഈ ക്ഷീരമേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഞാനത് ഈ ഫീൽഡ് ആഗ്രഹിച്ച് ഞാൻ ഉദ്ദേശിച്ച ഫീൽഡല്ല. ഞാൻ തന്നെ പിന്നെ എല്ലാവരും വാപ്പയും വിളാപ്പാരൊക്കെ ഗൾഫിൽ വെക്കുമ്പോൾ ഞാനും ഗൾഫുകാരനാവും. അതേപോലെ ഞാനൊരു ഫോട്ടോഗ്രാഫി പഠിച്ചിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് കുറേ കാലം മലപ്പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മഞ്ചേരി കളർ ലാബിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വാപ്പ ഈ ഗൾഫ് നിർത്തി വന്നു, പശുക്കളെ വാങ്ങി ഫാം തുടങ്ങി. ഇപ്പോൾ ഞാൻ മുന്നിൽ നിന്ന് നയിച്ച് അങ്ങനെയാണ് ഈ കോടൂർ ക്ഷീരോത്പാദക സംഘം അടച്ചു പൂട്ടി കിടക്കുക. 94 സംഘം പൂട്ടിയതിന് ശേഷം റിവൈവൽ ചെയ്യാൻ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അത് ലിക്വിഡേഷൻ ഭീഷണി നേരിട്ടിരിക്കുക. അന്നാണ് നമ്മൾ മംഗലത്തോടെ ഹൈദർസാജി ആണ് അതിൽ ആ സമയത്ത് മൂപ്പരെന്നോട് പറഞ്ഞു, വാവ എന്തായാലും എൻ്റെ മുന്നിലിട്ട് വാ, ഞാൻ എന്നെ വേണ്ട കാര്യങ്ങൾ പറയാം, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്നുണ്ട്, നാളെ ഒന്നുകൂടി എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരം പറഞ്ഞു. മൂപ്പര് അന്ന് തന്നെയാണ് 3-4 ദിവസം കൊണ്ട് മൂപ്പര് ഇടപെടൽ കാരണം ഇത് തുറക്കാനുള്ള എല്ലാ അനുമതിയായി. അതാണ് എൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ. അതാണ്. അങ്ങനെ ഞങ്ങൾ കർഷകരൊക്കെ കൂട്ടി, ഒരുപാട് കർഷകർ മേഖലയിൽ വന്നതിന് ശേഷം ഞങ്ങളത് പുതിയൊരു പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കി. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ഇപ്പോൾ കർഷകരെ കൂട്ടിച്ചേർത്ത് ജില്ലയിലൊരു ഡയറി ഫാം അസോസിയേഷൻ ഉണ്ടാക്കി, അതിനുശേഷം സംസ്ഥാന തലത്തിലുണ്ടാക്കി. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ മിൽമയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘത്തിൻ്റെ ഒരംഗം കൂടി ഞാനായി മിൽമയിൽ. അപ്പോൾ അങ്ങനെ ഈ മേഖലയിൽ കാർഷിക മേഖല അപ്പോൾ തന്നെ തീർച്ചയായിട്ടും അറിയാം, എല്ലാ വകുപ്പിനും മന്ത്രിമാരുണ്ട്. ക്ഷീരവികസന വകുപ്പിന് മന്ത്രിയുണ്ട്, കൃഷിക്ക് മന്ത്രിയുണ്ട്, പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന് മന്ത്രിയുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സംസ്ഥാന ഇവരെ കർഷകരുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇവരൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഓരോ വിവിധ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ കോടൂർ പഞ്ചായത്തിൽ ഒരു ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ആ വർക്കിംഗ് ഗ്രൂപ്പിലുണ്ട്. ഞാനൊരു മെമ്പർ അല്ലെങ്കിലും പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ മീറ്റിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് പോകുന്ന മിനിറ്റ്സ് പരിശോധിച്ചാലേ അറിയാൻ പറ്റും. ആ വർക്കിംഗ് ഗ്രൂപ്പിൽ ഞാൻ നിരന്തരം ഓരോ ആവശ്യങ്ങളും എണ്ണി അക്കമിട്ട് എഴുതി കൊടുക്കലുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നമുക്ക് ഇതിൽ കൊണ്ടുവരാറുള്ളൂ. കാരണം ഞാൻ മനസ്സിലാക്കിയത് അവർക്കത് അറിയാത്തതുകൊണ്ടായിരിക്കാം. ക്ഷീരഗ്രാമം പദ്ധതി ഒരു പ്രധാനപ്പെട്ട പദ്ധതി. ക്ഷീരഗ്രാമ പദ്ധതി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും കൂടി സംയോജിച്ച് നടത്തുന്ന പദ്ധതിയാണ്. നമ്മൾ പഞ്ചായത്തിൽ എത്രയാണ് കൊണ്ടുവെക്കുന്നത് അത്രയും തുക സംസ്ഥാന സർക്കാരും വെക്കും. ഇത് നമ്മളെ ഈ പ്രദേശത്തെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർഷകർക്ക് പശുവിന് വാങ്ങാനുള്ള വായ്പയാണ് കിട്ടുക. അതായത് ഗുണഭോക്താവിന് 25 ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ച 25 ലക്ഷം രൂപ സർക്കാർ വെക്കും. 50 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഏകദേശം ചുരുങ്ങിയത് എങ്ങനെയല്ല ഒരു 100 പശുവിനെ വാങ്ങാം. ഗുണഭോക്താവിൻ്റെ വിഹിതം ഒരു 25% അതും വന്നാൽ 75,000 രൂപ വെച്ചൊരു പശുവിനെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ പാലുൽപ്പാദനം വർദ്ധിക്കും. പാലുൽപ്പാദനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കോക്കനട്ട് കോംപ്ലക്സ്, കേരാമൃതൊക്കെ പോലെ വെളിച്ചെണ്ണ പാക്ക് ചെയ്ത് എവിടെയെല്ലാം പോകുന്നുണ്ട്, അതേപോലെ നമ്മൾ കോടൂർ മിൽക്ക് പാക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളടുത്തൊരു നല്ലൊരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്, ശരിക്കുണ്ട്. ഞാനിത് പല ആളോടും പറഞ്ഞു നോക്കി. അവരത് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ അതോ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല.